അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മളെ വണ്ടി. നമ്മളപ്പോൾ എല്ലാ ആളുകളൊക്കെ വിടുന്നത്. അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇന്നലെ മഴ ചെയ്തിട്ടുണ്ട്. ശ്രീനഗർ മുകളിൽ മഞ്ഞ് പെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പോയിട്ട് കാണാം. അപ്പോൾ നമ്മളപ്പോൾ ഉള്ള ആളുകൾ ഇവിടെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട്, ഫോട്ടോസ് വീഡിയോസൊക്കെ. അപ്പോൾ ഇങ്ങനെ പോണ വഴിയിൽ ഇതേപോലെ മാഗി സംഭവങ്ങൾ ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കശ്മീരിൽ വരുന്ന സമയത്ത് നിങ്ങളെ കയ്യിലെപ്പോഴും നട്ട്സ്, ബിസ്ക്കറ്റ്, ഫ്രൂട്ട്സ് അങ്ങനെ സംഭവങ്ങൾ എപ്പോഴും ഫുഡൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുക. കാരണം എല്ലാ സമയത്തും നമ്മളിപ്പോൾ ഹൈ റേഞ്ചൊക്കെ പോകുന്ന സമയത്ത് കിട്ടിക്കൊള്ളുന്നില്ല. കിട്ടും, സാധനങ്ങൾ കിട്ടും. പിന്നെ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഇറങ്ങി പോകാനൊക്കെ ബുദ്ധിമുട്ടും. അപ്പോൾ ഏറ്റവും ബെറ്റർ കയ്യിൽ വെക്കുന്നതാണ്, പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ മേലേക്ക് പോകാനുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഗുൽമർഗ്, സോനമർഗ്, പെഹൽഗാം, കശ്മീരിൽ ഏത് സ്ഥലത്തേക്ക് നിങ്ങൾ വരികയാണെങ്കിലും ഇന്ത്യയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന പോലെയല്ല. നമ്മൾ അനുഭവത്തിൻ്റെ വെച്ചിട്ടാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് ഇവരെന്ത് ചെയ്യും, ഓരോ ഡ്രൈവർമാരും അതുപോലെ തന്നെ ഏജൻറ്റുമാരൊക്കെ കമ്മീഷൻ്റെ പിന്നാലെ അങ്ങനെ പോയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും ഓരോ സ്ഥലങ്ങളിൽ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിലും അവർ നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, എടുപ്പിക്കും. നിർബന്ധം മീൻസ് ഫോഴ്സ്ഫുള്ളി അവരെന്ത് ചെയ്യും, അതെടുത്തോ നമ്മൾ കമ്പൽ ചെയ്യും. അപ്പോൾ അവർ പറയുന്നത് കേട്ട് നമ്മൾ എടുക്കണമെന്നില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. കശ്മീരിൽ വരുന്ന സമയത്ത് നമുക്ക് വാങ്ങാനുള്ള ഐറ്റംസ് ഒന്ന് കുങ്കുമമാണ്, അതായത് സഫ്രോണ്, കുങ്കുമം വാങ്ങാൻ പറ്റും. രണ്ടാമത് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം ഷിലാജിത്ത്, കന്മതുണ്ടല്ലോ, അതായത് നമ്മളെ തുർക്കി ജാമ് പോലത്തെ ഒരു പർപ്പസുള്ള സാധനമാണ്. അതായത് ദാമ്പത്യം, അതേപോലെ തന്നെ ഡയബറ്റീസ് ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം കശ്മീരിൽ വാൾനട്ട്, ഈ സംഭവങ്ങൾ നമുക്കിവിടെ മെയിനായിട്ട് വാങ്ങാനുള്ളത്. പിന്നെ കശ്മീരി ഷാള് അങ്ങനത്തെ സാധനം. അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനുള്ളത്. ഓക്കെ. അപ്പോൾ അത് സൂക്ഷിക്കുക. അല്ലാതെ ഇവിടെ വന്നിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ, ഈ നട്ട്സ്, ബദാം, അണ്ടിപ്പരിപ്പ് സാധനങ്ങളൊക്കെ ഓരോ ഷോപ്പിൽ കയറി ഇഷ്ടം പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി ഒക്കെ. അതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഓരോ പ്രവാസികളിലാണ്. ഇനി അതല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ, ഈ അണ്ടിപ്പരിപ്പൊക്കെ. ഇവിടെ വരുമ്പോൾ റേറ്റ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിലേറെ ബെറ്റർ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻ ചെയ്ത് വരാം. പർച്ചേസിങ് കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് വേണ്ട ഗ്ലൗസ്, ജാക്കറ്റ്, മഫ്ലർ സാധനങ്ങൾ, ഈ സാധനം കാണിച്ചു തരാം. നമ്മൾ കശ്മീരിൽ വരുന്ന സമയത്ത് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ് ഈ ഒരു ഐറ്റം, അതായത് ഈ ഒരു സോക്സ്. ഇതിപ്പോൾ സാധാ സോക്സ്, അതിൻ്റെ മുകളിൽ ഞാൻ ഇട്ടതാണിത്, മനസ്സിലായോ? ഇത് വാട്ടർ പ്രൂഫാണ്. ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ മേലെ ഷൂടും. ഞാൻ ഇപ്പോൾ ക്രോക്സ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ വലിയ തണുപ്പ് കൂടെ അല്ല, അതുകൊണ്ട് ഇനി തണുപ്പുണ്ടെങ്കിൽ ഞാനത് മാറ്റും. ഓക്കെ. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തന്നെ വിടുക. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഗുൽമർഗിലേക്ക് പോവാണ്. ഓക്കെ. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ്. പിന്നെ നമ്മൾ ഗുൽമർഗിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മഞ്ഞുള്ള സമയങ്ങളിൽ ടങ്മർഗ് വരെ വണ്ടി പോകും. അതായത് 13 ഗുൽമർഗ് എത്തുന്നതിൻ്റെ 13 കിലോമീറ്റർ താഴെ. പിന്നെ അവിടെ നമ്മൾ ടങ്മർഗിൽ നിന്ന് ചുരം കയറി പോകുമല്ലോ, ആ ചുരം കയറി പോകുന്നതിൻ്റെ ഫസ്റ്റ് എൻഡാണ് ടങ്മർഗ്. ടങ്മർഗ് വരെ വണ്ടി പോകാം. അപ്പോൾ ടങ്മർഗ് വരെ വണ്ടി പോകാൻ നമ്മൾ കൂടെ ഒരു 8 പേര് 9 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടവേര അല്ലെങ്കിൽ ടാറ്റ സുമോ പോലത്തെ വണ്ടി എടുക്കാൻ പറ്റും. ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് ഒരാൾക്ക് ഒരു 200 രൂപ 100 രൂപ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു വണ്ടിക്ക് 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേലേക്ക് പോകാൻ പറ്റും. അവിടെ നമ്മളെ പോയിട്ട് നമ്മളെ സൈറ്റ് സീയിങ് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് ആക്കി തരും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ബുദ്ധിമുട്ടിക്കും, അവർ നല്ല ബുദ്ധിമുട്ടിക്കും. കാരണം ഓരോ ലോക്കൽ ഏജൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിപ്പിച്ചിട്ട് നമ്മൾ ഗ്ലൗസ്, ഷൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുൽമർഗ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം, അതുവരെ കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി പോകും. പിന്നെ നമ്മുടെ ഡ്രൈവർ എന്ത് ചെയ്യും, ലോക്കൽ ഏജൻസിനെ കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കും. അതായത് ഓല അത് വാങ്ങിത്തരാം, അവർ ഏജൻറ്റ് ഉണ്ട്, ഗൈഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, എന്നൊരു വണ്ടി അറിയുക, 2000 രൂപ 2500 രൂപ വരെ മാക്സിമം കൊടുത്തിട്ട് വണ്ടി എടുക്കുക. നേരെ എന്ത് ചെയ്യാം, ഗുൽമർഗിലേക്ക് പോവാം. ഗുൽമർഗിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്ടാവും. ബുദ്ധിമുട്ട് തന്നെ പറയും, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഇത്രയും കാലമായിട്ട് നമുക്ക് ഉണ്ടായ സാധനമാണ് ഓരോ പ്രാവശ്യം. സാധാരണ നമ്മൾ ടൂർ കൊണ്ടുപോകുന്ന ഗൈഡുമാരുടെ അവിടെ നിന്ന് മാറിക്കും. നമ്മളെ കൊണ്ടുപോകുന്ന ആളുകൾ നമ്മൾ വിശ്വസിച്ച് വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളത് മാറിക്കല്ല, നമ്മൾ ഓർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി. പിന്നെ ഗണ്ടോള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വരിക. ഈ ഒരു സമയത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് കിട്ടിയിട്ടില്ല. ഗണ്ടോള ഇല്ലാന്നുണ്ടെങ്കിൽ മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ കുതിര സഫാരി എടുത്ത് മേലെ കയറാൻ പറ്റും. കുതിരക്ക് ഒരു മാക്സിമം ഒരു 1000 രൂപേൻ്റെ ഉള്ളിലേ വരുള്ളൂ. കുറേ ആളുകളുണ്ട് 500, 600, 700, 800 ഒക്കെ പോരും. ഓക്കെ. ബാക്കി അവിടെ എത്തിയിട്ട് കാഴ്ചകളാണ്.
അപ്പോൾ നമ്മളിപ്പോൾ ഗുൽമർഗ് എത്തി. ടങ്മർഗ് എത്തി. ഇവിടെയുള്ള കാഴ്ചകൾ കാണാം. ഗുൽമർഗിൽ എത്തുന്ന സമയത്ത് ഇത് ഈ ഒരു മഞ്ഞ് സമയത്തൊക്കെ വന്ന ആളുകൾക്ക് മനസ്സിലാവും ഇതൊക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്ത് മഞ്ഞുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഓരോ ആളുകൾ ഇതേപോലെ വണ്ടി നിർത്തിക്കും. ഇതിപ്പോൾ നമ്മൾ ഗൈഡാണ്. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ വന്ന് നിർത്തിക്കും. എന്നിട്ട് ഗൈഡ് വേണോ അത് വേണോ ഇത് വേണോ ചോദിച്ചാൽ ആകെ ബുദ്ധിമുട്ടിക്കും. അത് നോക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസ് അതാണ്. വിൻ്റർ സമയമാണെങ്കിൽ ഓൾറെഡി നമുക്ക് ഇവിടുന്ന് അഡീഷണൽ വണ്ടി എടുത്ത് പോകേണ്ടി വരും. എല്ലാ സമയത്ത് മുകളിലേക്ക് പോകും. അപ്പോൾ മഴയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ വണ്ടി സ്കിഡ് ആകാൻ ചാൻസ് ഇല്ലാണ്ട് അത് പോകില്ല. ഇപ്പം നിലവിൽ പോകില്ല. അത് വരുന്ന ആളുകൾ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതേപോലെ ആളുകളെ കാണാം. ഭയങ്കര നമ്മൾ ടെൻഷനുള്ള സമയത്തായിരിക്കും ഇവിടെ ഇറങ്ങുക. അതായത് തണുപ്പ്, മഴ, അത് ഇത് ഫാമിലിയൊക്കെ വന്നിട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അതൊക്കെ ഞാനിങ്ങനെ നെഗറ്റീവ് പറയില്ല കേട്ടോ. ഇവിടെ എല്ലാ ആളുകൾ ഇങ്ങനെയാണ്, അതുകൊണ്ടേ പറയുന്നത്. നേരെ ഇനി നമ്മൾ നേരെ ആ വണ്ടിയിൽ കയറും. ഓക്കെ, നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങും. അതായത് ഒരു സ്റ്റാൻഡിൽ. എന്നിട്ട് എന്ത് ചെയ്യും, കാലുന്ന ഷൂ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഷൂ കാര്യങ്ങൾ നമുക്ക് വേണം വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇതാവും. ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ഷമ വരുന്ന ഒരു സ്ഥലമാണ് കശ്മീരിൽ വരുന്ന സമയത്ത് ഇവരുടെ ബിഹേവിയറിങ്, കച്ചവടക്കാർ ഓരോരുത്തർ വന്നു. അതായത് നമ്മളിപ്പോൾ കശ്മീരിൽ ടങ്മർഗിലുള്ളത്. മൈക്കൊന്നും വെക്കാനുള്ള സമയം കിട്ടിയില്ല, അതാണ് ഇങ്ങനത്തെ സൗണ്ട് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഗുൽമർഗിലേക്ക് വരുന്ന സമയത്ത് മഞ്ഞ് പെയ്യുന്നുണ്ട്. ഗുൽമർഗിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ടങ്മർഗ് എന്ന സ്ഥലത്താണ് വരിക. ടങ്മർഗിൽ നിന്ന് പിന്നെ നമ്മൾ വേറെ വണ്ടി എടുത്ത് വരണം. അപ്പോൾ നമ്മൾ നോർമൽ ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഷൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഷൂ ഒക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ഷൂ ഇടണം. ഒരു ഷൂവിന് 100 രൂപയാണ്. നമ്മൾ കൂട്ടം കൂടി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവർ വായി തോന്നിയ റേറ്റ് പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടിക്കും. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യുക, അത് സൂക്ഷിക്കാം. അങ്ങനെ നമ്മളോട് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ നോർമൽ ജാക്കറ്റുകളാണ്. ഈ ജാക്കറ്റ് മതി നമുക്ക് ശരിക്കും. 1 മിനിറ്റ് ബൈ ആണോ, ഒരു വീഡിയോ എടുക്കാൻ പോലും തൊഴിലും തരാത്ത ആൾക്കാരാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ജാക്കറ്റൊക്കെ മതി ശരിക്കും നമുക്ക്. പക്ഷെ ഇതിനുള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല കോട്ട്, തെർമൽസ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം. അവിടെ വരുന്ന സമയത്ത് ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടും. എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, മീൻസ് നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്ന ആളുകൾ ആരെങ്കിലും ചോദിക്കാൻ മതി. ഓക്കെ, അത് നമ്മളിലേക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോൾ കശ്മീരിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഫുൾ സെറ്റ് ചെയ്ത് വരിക. അതായത് ഡ്രസ്സ്, അതുപോലെ തന്നെ ഗ്ലൗസ്, അതായത് ഒരു ടവൽ കഷ്ടം കൂടി ഇവിടുന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ പർച്ചേസ് ചെയ്യണത് അതൊക്കെ ഭയങ്കര ഇതാണ്. കാരണം പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അത് നല്ലോണം സൂക്ഷിക്കുക. ഓക്കെ, നമ്മളുള്ളത് ടങ്മർഗിലാണ്. കശ്മീരിൽ ഗുൽമർഗിൽ ടങ്മർഗിലാണ്. ഒരു ഓട്ടോറിക്ഷയിലുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10-35 ആളുകളെയും കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നല്ലോ, ഇതേപോലെ ഭയങ്കര ബുദ്ധിമുട്ടിക്കും. നമ്മളെ ഡ്രൈവർമാർ എന്ത് ചെയ്യും, ഇവിടെ കമ്മീഷൻ, അതായത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് വരുന്ന ഡ്രൈവർമാരുണ്ടല്ലോ, ആ ഡ്രൈവർമാർ ഇവിടെ എത്തുമ്പോഴേക്ക് ഓരോ ഗുൽമർഗിലും സോൻമർഗും എല്ലാ ആളുകൾക്ക് എന്ത് ചെയ്യും, അവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുള്ള ഷോപ്പുകൾ, അവർക്ക് പോകേണ്ട വണ്ടികളൊക്കെ ഇവരെന്ത് ചെയ്യും വിളിച്ചു പോകാൻ. അതായത് ഗുൽമർഗിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മഞ്ഞുള്ള സമയത്ത് അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ലാൻഡ് സ്ലൈഡിംഗ് ഒക്കെ ഉള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെങ്ങലിട്ട വണ്ടിക്ക് പോകണം. അപ്പോൾ ആ സമയങ്ങളിൽ ഇവരെന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ഡ്രൈവേഴ്സിനൊക്കെ വിളിച്ചിട്ട് ചെയ്യും. അതായത് 2000 രൂപേൻ്റെ ടാക്സിക്ക് എന്ത് ചെയ്യും, 10,000-20,000 ഒക്കെ വാങ്ങിയിട്ട് ആളുകളെ പറ്റിക്കലുണ്ട്. പച്ച പാവത്തുങ്ങളല്ല, പൈസക്കാരനെ കാരണം. അപ്പോൾ അങ്ങനെ പറ്റിക്കലുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മളെ ഫോണ്, പേഴ്സ്, സംഭവങ്ങളൊക്കെ സൂക്ഷിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ജാക്കറ്റ്, ഗ്ലൗസ്, ക്യാപ്പ്, മഫ്ലർ സംഭവങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ വേണ്ടി റെൻറ്റിന് കിട്ടും. 100 രൂപ 200 രൂപ ഒക്കെ അതിൻ്റെ ഇത് വരാം. പക്ഷെ അതിലേറൊക്കെ ബെറ്റർ നിങ്ങൾ കശ്മീരിലേക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ, ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതായത് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുക. നമ്മളൊരു എന്തായാലും ഒരു മാസം മുന്നേ ഉള്ള ഗ്രൂപ്പ് ട്രിപ്പൊക്കെ കശ്മീർ പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ ബുക്ക് ചെയ്യാം, ഫാമിലി ആയിട്ടാണെങ്കിലും. അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങിക്കുക. കശ്മീരിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനി നിങ്ങൾ എത്ര പൈസക്കാരാണെങ്കിലും കശ്മീരിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാമെന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് ദയവീട്ട് അങ്ങനെ ശ്രമിക്കരുത്. കാരണം അത് നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയൊരു വിഡിത്തായിരിക്കും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ടോട്ടലി മൈൻഡ് സ്റ്റക്ക് ആവും. ഇപ്പം എൻ്റെ വണ്ടി മിസ്സായി. എവിടെ നോക്കിക്കഴിഞ്ഞാലും അടിപൊളിയായിട്ടുള്ള സ്നോ കാര്യങ്ങളല്ല ഉള്ളത്.
ഫുള്ള് ഇതേപോലെ ഗ്രീനറിയാണ്. ഓക്കെ, അതായത് കംപ്ലീറ്റ് ഗ്രീനറിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഗുൽമർഗ് മേലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടാവും എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഗുൽമർഗിലെത്തി. അപ്പോൾ പറയാനുള്ളത് ഞാൻ വ്യക്തമായിട്ടൊരു സ്ഥലത്ത് എത്തിയിട്ട് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗുൽമർഗിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഗുൽമർഗ് അല്ല, കാശ്മീരിലേക്ക്. അതായത് ഈ ഒരു സ്ഥലം കണ്ടോ, കംപ്ലീറ്റ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമയം ഏകദേശം 3:30 3:30. ഇന്ന് 29-ാം തീയതി ഏപ്രിൽ മാസം കേട്ടോ. ഏപ്രിൽ 29 ഗുൽമർഗിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കംപ്ലീറ്റ്. അപ്പോൾ ഗുൽമർഗിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ സാധനമുണ്ട്. ഇതാണ് കശ്മീരി കുൽച്ച. ഇസ്ക മിക്സ് ക്യാ, ഇസ്ക അന്തർ ക്യാ? ബദാം, അതുപോലെ തന്നെ തേങ്ങ, ആക്രോട്ട്, ഇത് മൂന്നിൻ്റെ മിക്സ് ഇതാട്ടോ. അത് വാങ്ങി കഴിക്കാനുള്ള രസമാണ്, മധുരമാണ്. ഓക്കെ, കംപ്ലീറ്റ് ഇതേപോലെ ഒക്കെ ഉണ്ടോ. അത്യാവശ്യം നല്ല മൂടലുണ്ട് ഇവിടെ. ഇപ്പോൾ ക്യാമറ മൂടിയതല്ല ഇത്, കംപ്ലീറ്റ് ഇവിടെ ഇതേപോലത്തെ ഒരു ഫോഗ് ഉണ്ട് ഇപ്പോൾ. സുഹൃത്തുക്കളെ, അപ്പോൾ കശ്മീരിൽ വരുന്ന സമയത്ത് ഗ്ലൗസ്, കോട്ട്, എന്താണ് തൊപ്പി, മഫ്ലർ, ഈ സാധനം മഫ്ലർ ഇട്ട് ഈ നക്കിൻ്റെ പോർഷനിൽ, ഇതൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് തന്നെ വരാം. ഓക്കെ, ഗുൽമർഗിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഭക്ഷണമാണ്. അതായത് ഈ ചിക്കന് ഇവരെന്ത് ചെയ്യും, ഭയങ്കര പൊരിച്ച് ഫ്രൈ ചെയ്ത് വെക്കും, എന്നിട്ട് അത് കറി ആക്കിയിട്ട് തരും. ഇത് നമ്മളെ നാട്ടിലത്തെ സാധാ എന്തിനു പറയാം, സർലാസ് അല്ല, ഉള്ളിയും മുളക് ഇട്ടിട്ട്, പിന്നെ ഇത് ചിക്കൻ കറി, പിന്നെ ഇത് മാഗി. ഓക്കെ, അതായത് കംപ്ലീറ്റ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റല്ലേ? ഏയ് സെറ്റല്ലേ? കംപ്ലീറ്റ്, അതായത് വിൻ്റർ സമയങ്ങളിൽ കാശ്മീരിൽ എങ്ങനെയാണോ അതേപോലെ ഇവിടെ മഞ്ഞ് പെയ്തിട്ടുണ്ട്. വരുന്ന സമയത്ത് ഗ്രിപ്പുള്ള ഷൂ കാര്യങ്ങൾ ഇട്ട് വരാം, അല്ലെങ്കിൽ വളക്കി വീഴും. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ, നമ്മളെ കൂടെ വന്ന നമ്മളെ അൻവർക്ക ഫാമിലി ഇവിടെ ഉണ്ട്. നോക്കി പിടിച്ചറിയിക്കോളി വഴിക്കോ. അപ്പോൾ ഇതാണ് ഗെയ്സ് ഇപ്പോൾ ഗുൽമർഗിൻ്റെ അവസ്ഥ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. അല്ലേ, ഫിസിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാലും അത് ഇതാവട്ടോ, കോച്ചും കാല് കോച്ചും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫാമിലിക്ക് എല്ലാവരും ഒന്ന് ഒരു ഫോട്ടോ റെഡി 1. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് ഗെയ്സ് എല്ലാവരുടെയും നമ്മുടെ കൂടെ. ഓക്കെ, ആദ്യം കപ്പിൾസ്. നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതി. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതായിരുന്നു കൊട. എടുത്തോ. റെഡി 1 റെഡി ഇഞ്ചി പറഞ്ഞിട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചി റണി. റെഡി 1 2 3 സ്റ്റാർട്ട്. മോനു ടണ്ടോ ഇതർ നോക്കൂ. നീ ഫസീലത്ത് പോയിക്ക്. ഒരു മിനിറ്റ് 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചി. ഓക്കെ, ഭംഗിണ്ട്. അടുത്ത് റെഡി. എവിടെ കൈ പോയി, കയ്യിലും വല്ല റിമാർക്കബിൾ. ഇന്നിട്ട് പോകുന്നില്ല നിങ്ങള്. ആ ഡ്രൈവറെ പൊട്ടൻ. ഞാൻ പോന്നു കഴിഞ്ഞാൽ അവന് കിട്ടേണ്ട കമ്മീഷൻ പോകൂലേ. അപ്പൊ നമ്മളെ മാക്സിമം ഒഴിവാക്കിയിടും. നമ്മളിപ്പോ വന്ന പൊട്ടന്മാര് അങ്ങോട്ട് പോകുമ്പോഴേ വണ്ടി നിർത്തിക്കണേ. റെഡി. അന്ന് ഇതേ ടൈമിലാണ് ലുബിനെത്തിയിട്ട് വന്നിരുന്നത് നാദിയ. ഇതേ ടൈമിൽ ഇന്നലെ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പ് ഇന്നലെ ഓൺ ആയിക്കണേ. ഷോയ്ക്ക് മഞ്ഞിട്ടില്ല, അതായത് സ്നോഫോളിങ് കിട്ടിയില്ല നല്ലോണം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒരു മിനിറ്റ്. ആ കോട തരുമോ? കുഴപ്പമില്ല. റെഡി. നീ കപ്പിൾസ് ഇട്ടോ. ഒന്ന് മുന്നിക്കുക. ഓണായോ? അതായത് ഇതേപോലെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക,
പോയിന്റ് നിങ്ങൾക്ക് എവിടെ പോയിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മളെ നൂർജഹാൻത്തെയും റാഫിക്കാണ് ഫ്രം തൃശ്ശൂർ. അതുപോലെ നമ്മുടെ സുന്ദരി അഫ്ലമോളുണ്ട്. ഇനി പോയി നിങ്ങൾ ഫുൾ ഫാമിലി ഇനി ഒന്നുകൂടെ റെഡി 1 2 3 കളറില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചി ആണ്. ഓക്കെ ആ കന്നഡ ക്ലിയർ കന്നഡ. സോ ഇത് ഹുഡി. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ അല്ലേ? സെറ്റ്. ഗിവ് മീ വേണം ഫോട്ടോ പിടിക്കോ. അപ്പോൾ നമ്മളിപ്പോൾ ഗുൽമർഗിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. ഇത് ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ടാപ്പിങ്ങിന് പോകുമ്പോൾ ഷൂ ഉണ്ടല്ലോ, അങ്ങനത്തെ ഷൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ നല്ല ക്വാളിറ്റി, ഇതല്ല നല്ല ക്വാളിറ്റി ഉള്ള ഇത്ര ഹീലുള്ള ഷൂ, വാട്ടർ പ്രൂഫുള്ള ഷൂ നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് മഫ്ലർ, ഈ ഒരു പോർഷനിലുള്ള മഫ്ലർ, പിന്നെ തൊപ്പി, നമ്മുടെ തലയും ചെവിയും മറയുന്ന രൂപത്തിലുള്ള ഇത് എന്താ പറയുക, തൊപ്പി. ഇതിനെ കാണുന്നുണ്ടോ ശരിക്ക്? ബ്ലാക്ക് അല്ലല്ലോ. പിന്നുള്ളത് നല്ല, ഇതിപ്പോൾ ജീൻസാണ്. ഇതിപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഇന്നലെ അവിടെ മറന്നു വെച്ച് പറഞ്ഞല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വാങ്ങിയത്. ഇന്ന് ദിവസം ഏപ്രിൽ 29, 2024. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കൂടെ നിന്നു. അപ്പോൾ അടുത്തോ അപ്പോൾ നമ്മളെ കൂടെ വന്ന എല്ലാവരും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവർ സൗദി അറേബ്യയിൽ നിന്ന് ഇഗ്ഗു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. മനീഷയും നമ്മുടെ തസ്ലീം ഇക്കയും. അതുകൊണ്ട് അവരുടെ ഇഗ്ലൂ തണുക്കുണ്ട്. എന്നാലേ പെട്ടെന്ന് നിന്നൊരു ഫോട്ടോ എടുക്കാണ് ഞാൻ. അതിൽ ഫോട്ടോ എടുക്കണ്ട, ഫോട്ടോയിൽ വീഡിയോ റെഡി. അപ്പോൾ നമ്മൾ കൂടെ വന്ന എല്ലാ ആളുകളുടെയും ഫോട്ടോസ് നമ്മൾ ഇതേപോലെ എടുക്കുന്നത് സുഹൃത്തുക്കളെ കണ്ടോളൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചി പറഞ്ഞാൽ പല്ലിങ്ങനെ ഫുൾ ഓപ്പൺ. അപ്പം നല്ല രസമുള്ള ഫോട്ടോ എടുക്കും. സെറ്റല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചി. പിന്നെ ഓരോ ഇഞ്ചി പറിച്ചിട്ട് നമ്മളെ കൈയുണ്ടോ ഇങ്ങനെയും ഭയങ്കര ഡ്രൈ ആണ്ട്. ശരിക്കും സ്നോ ബൈറ്റ് പറഞ്ഞൊരു രോഗം തന്നെ വരും. അതായത് നമ്മളെ സിയാച്ചിൻ ഏരിയയിലൊക്കെ ഫുള്ള് വൈറ്റ് റൂം സിൻഡ്രോം എന്നുള്ള രോഗം കേട്ടിട്ടുണ്ടോ? ഒരു കൈൻഡ് ഓഫ് ജയിൽ ശിക്ഷയാണ്. അപ്പോൾ എന്നതുപോലെ അത് ഉള്ളൊരാൾ എന്താ ഇതിപ്പോൾ ഈ വിഷയം എന്നെ പറഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞു തരുന്ന പോയിന്റ് ചെറു തണുപ്പ് ഇങ്ങനെയാണ്. ഇതാണോ ഈ വിരലൊക്കെ ശരിക്കും കൊഴിഞ്ഞാടി പോവും. അങ്ങനെ ഒരു രോഗമുണ്ട്. എന്താണ് ഫിംഗർ ബൈറ്റ് ആണ്. ഗൂഗിൾ ചെയ്ത് നോക്കണ്ട, ഫിംഗർ ബൈറ്റ്. തണുപ്പിൽ കൂടുതൽ എടുക്കാൻ വരും. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോകണ്ടോ നമ്മൾ ആ ബാക്കിയുള്ള ആളുകളുടെ ഈരാറ്റുപേട്ട റെഡി. അപ്പോൾ ഓട് കൈ പിടിച്ചോടാ, കൈ പിടിച്ചോട്. ഏതെങ്കിലും നീ കൈ എടുക്ക്, കൈ പിടിച്ചോട്. എവിടെ സ്നോമാനാണ്? സ്നോമാനാണ്. ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ ഇടാം.
യാത്രയെ കുറിച്ച് നമ്മുടെ സഹോദരി സഹോദരന്മാരോട് ചോദിക്കാം. ക്യാമറ ഓണല്ലേ? അല്ല, ഭംഗിയായിരുന്നു, സന്തോഷമായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ ഒരുപാട് 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 മുകളിലാണ്. ഞങ്ങൾ വന്നപ്പോ കൃത്യസമയത്ത് മഞ്ഞ് വീണുകൊണ്ട് തന്നെ ഇരിക്കുന്ന സമയമായിരുന്നു. അടുത്തായി നമ്മുടെ ക്യാമറ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലേ? പാക്കേജ് ബുക്ക് ചെയ്യണം എല്ലാരും. കുറച്ച് വീഡിയോസ് നിപിൻ പറയാം. നിപിൻ ആധികാരികമായി സംസാരിക്കും. നമ്മളെന്താന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കും ഇതിന്റെ എല്ലാം ഇടയ്ക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജീവിക്കാൻ മറന്നുപോയി. നമ്മുടെ സന്തോഷത്തിന്റെ പുറകെ നമ്മൾ പോകാതെ നമ്മുടെ കച്ചവടം നമ്മുടെ തിരക്കുമായിട്ട് നമ്മൾ പോകും. പക്ഷെ ഇതൊന്നും അല്ല, ജീവിതമാണ് ലഹരി. ജീവിതം ആഘോഷിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു അത്യപൂർവമായ മനസ്സ് മൊത്തം നിറയ്ക്കുന്ന, മനസ്സും ഹൃദയവും മൊത്തം നിറയ്ക്കുന്ന ഒരു അപൂർവ നിമിഷമാണ്. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമാണ്. ഈ എന്താ പറയുക, ഈ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ പറയുന്ന പോലെ ഇതെൻ്റെ സ്വർഗരാജ്യമാണെന്ന് പറഞ്ഞ പോലെ ഒരു സ്വർഗത്തിൽ ഒരു രാജ്യം തന്നെ ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച വോയേജർ ഗവൺമെന്റ് അൽഹംദുലില്ലാ, ഓൾ ദ बेस्ट। वो जिंदगी ना मिलेगी दोबारा, हर मोमेंट में हम याद रखना, जिंदगी ना मिलेगी दोबारा। दोबारा जिंदगी है ये मरने के बाद, लेकिन यहाँ है ना हम बिल्कुल वो हर चीज में एंजॉय करना। तो हम हमारा साथ वाला का फोटो, ठीक है? थैंक यू। കംപ്ലീറ്റ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങൾ കിട്ടില്ലല്ലോ, നിങ്ങൾ പെട്ടെന്ന് കംപ്ലീറ്റ് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ വന്നപ്പോതിലേറെ ഉള്ളതിലേറെ കംപ്ലീറ്റ് മഞ്ഞ് പെയ്തു ഇപ്പോ. ഇവിടെ കംപ്ലീറ്റ് ഇപ്പൊ മഞ്ഞ് പെയ്തു, കംപ്ലീറ്റ് കണ്ടോ. കൊടുക്കൂല, ഇത് ഇവിടെയാണ്. അപ്പോ കംപ്ലീറ്റ് മഞ്ഞ് പെയ്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടോ, നമ്മുടെ ഡ്രൈവർ തുറക്കാനായിക്കില്ല, അമ്മരി മഞ്ഞാണ്. സെറ്റല്ലേ? ഓ, കംപ്ലീറ്റ് മഞ്ഞ് പെയ്തോണ്ടിരിക്കാണ്. ഓക്കെ കേട്ടോ, കംപ്ലീറ്റ് മഞ്ഞ് പെയ്തോണ്ടിരിക്കാണ്. നമ്മള് ബായിന്റെ ഹായ് പോലെ പോയാ വണ്ടിയുടെ കുടുങ്ങിയ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വന്നാണ്. ചെങ്ങന്മാരെ, നാട്ടിലാ ചൂട് കൊണ്ട് വെറുതെ ഇരിക്കാതെ കേട്ടാ. കാശ്മീരിൽ അതായത് ഇന്ന് 29 ഏപ്രിൽ 2024 സമയം 5-6 മണിയായി. അത്യാവശ്യം കിഡിലെ സ്നോ, ഭയങ്കര പെട്ടെന്ന് ഇപ്പൊ സ്നോ പെയ്താണ്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറിയ സമയത്ത് ഇവിടെ ഒന്നും സ്നോ അല്ല. ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് മഞ്ഞ് പെയ്തു. നാട്ടിൽ വെറുതെ നടന്നോണം പറഞ്ഞിരിക്കാൻ ഇങ്ങോട്ട് കശ്മീർക്ക് വരുന്ന ആളുകളുണ്ട്, വിളിച്ചറിയിക്കും. ഫ്ലൈറ്റിന് പോകാൻ മതി, ട്രെയിന് കുറെ ക്യാൻസലാണ്, ഡൽഹിയിൽ നിന്നുള്ള ജമ്മുക്കുള്ള ട്രെയിന്. അപ്പൊ വരുന്ന ആളുകൾ എന്ത് ചെയ്യാം, നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, താഴെ കൂടെ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാനുണ്ടാവും നിങ്ങളെ കൂടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും ഒരുമിച്ച് യാത്ര ചെയ്യാം. ഭയങ്കര തണുപ്പാണ്, കിടിലാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ ഗുൽമർഗിന്ന് നേരെ താഴേക്ക് ഇറങ്ങി ടങ്മർഗ്. നമ്മളെ പാൻറ്റും സകലം നനഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ശ്രീനഗർ പോകും. നമ്മൾ വന്ന ആളുകളൊക്കെ അവിടെ ഉണ്ടിലേക്ക് അവരുടെ ഷൂ കാര്യങ്ങളൊക്കെ ബാക്കിൽ, നമ്മളെ ഷൂ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ വന്ന ആളാണ്. അങ്ങനെ നോട്ടം കൊണ്ടേ നമുക്ക് ഇതാകാൻ പറ്റുള്ളൂ, നമ്മളെ ആളല്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആൾക്കാരൊക്കെ വന്നു. നമ്മൾ നേരെ ഒന്ന് ശ്രീനഗർ പോകും. ഓക്കെ, റോഡ് വേറെ വിഷയം ഉണ്ട് അവിടെ. അപ്പൊ നമ്മള് ഗുൽമർഗിൽ വന്നു. നമ്മളപ്പം ബ്രോ മനീഷ, തസ്ലീം ഉണ്ട്.
നമ്മളിത് കഴിക്കാൻ വേണ്ടി വന്നത്. ഇത് ഇവിടുത്തെ മട്ടൺ സീഖ് കബാബാണ്. ഓക്കെ, എന്തായാലും നമ്മളത് എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ ഉണ്ട്. ശ്രീനഗർ ടൗണിൽ രാത്രി നമ്മൾ തണുപ്പുള്ള സമയത്ത് ചെറിയ വൈബാണ്. ഓക്കെ, കഴിക്കൂ കഴിക്കൂ. ആ പക്കടോ റക്കോ. आपको बोलना था हमारे पास प्लेट था, प्लेट में डालता मैं, कोई प्रॉब्लम नहीं है भाई साहब. ഇങ്ങനെ ഇതേപോലെ ചെറിയൊരു പീസ് എടുക്കും. എന്നിട്ട് ഇങ്ങനെ ചെറിയൊരു പീസ് എടുക്കുന്നു. आप कहाँ से हो भाई? हम लोग केरला. केरला में था मैं. केरला एर्नाकुलम. एर्नाकुलम में 1 साल था. 1 साल का. मलयालम मालूम है आपको? वहाँ महेंद्र कला होटल था. महेंद्र कला. भाई काले रखो दिनोस लावास. എന്താ പാടി? രസമുണ്ടോ? രസമുണ്ടോ? അതെ, നമ്മൾ നാട്ടിൽ വരുമ്പോൾ അവിടുത്തെ സാധനം ടേസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. हाँ, इसका नाम बोलो आप. रिश्ता. हाँ, इसका कितना? 50 का. हाँ, नहीं वो दूसरा प्लेट में दे दो. ये ठीक है. हाँ, ഇതാണ് മട്ടന്റെ ഇവിടുത്തെ ഒരു ഐറ്റം. ഓക്കെ, स्पून स्पून दिखाओ. स्पून दिखाओ. हाँ, ये वाले भी दे दो. മട്ടനെ അരച്ചുണ്ടാക്കണത്. ഇതാണ് കാശ്മീരി ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ്. ഓക്കെ, രണ്ട് ഐറ്റമാണ്. ഒന്ന് പുളി വരുന്നതും ഒന്ന് ഇത് വരുന്നതും. ഓക്കെ, ഇതിങ്ങനെ റൊട്ടിയും കൂട്ടി കഴിക്കും. बाबा का नाम क्या? उनको नहीं देना. नहीं नहीं, एक ही बस है. हम कौन हो रहा है? रोटी കഴിക്കൂ. ഒന്ന് കഴിക്കണ പോലെ കഴിക്കൂ. കഴിച്ചോളൂ. സ്പൂൺ തരോ. സ്പൂൺ. അതെ, രസമുണ്ടോ? ഇത് എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. സൂപ്പിന്റെ ഒരു ഇതുണ്ടല്ലോ. അതെ, ആ ഒരു ഇതാണ്. അപ്പോൾ ഇതാണ് മട്ടൻ ഗുസ്താവ. हाँ, गुस्तावा रिश्ता. मटन रिश्ता गुस्ताव. ओके, क्या नाम है आपका? हैं? चाचा क्या नाम है आपका? गुलाम हसन. हाँ, गुलाम हसन. गुलाम हसन. कितना साल हो गया काम? यहाँ हाँ, यहाँ तो हो गया 40 साल. इधर 40 साल. 40 साल. यहाँ तो कोई नहीं था. कोई नहीं था. ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് 40 വർഷമായി മൂപ്പര് ഇവിടെ കേട്ടോ. अब तो ये भी बन गया. दो रिश्ते वाला. നമ്മളെ ये कितना दिन? पहले तो हम ही था इधर. ना होटल था इधर. മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഹോട്ടൽ ഇവിടെ അല്ല. 40 വർഷമായി ഇവിടെ. भी बहुत है इधर. അത്ര रिश्ते वाले बहुत है. पुलिस वाले बहुत है.
പക്ഷെ എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കശ്മീരിൽ ഇന്ന് 29-ാം തീയതി, ഏപ്രിൽ 29, ഭയങ്കര മഴയും തണുപ്പും. അപ്രതീക്ഷിതമായിട്ട് ഗുൽമർഗിൽ ആകെ മഞ്ഞ് ചെയ്തു. അപ്പോൾ നമ്മൾ കശ്മീരി ലോക്കൽ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. നമ്മളെ കൂടെ സാക്ഷാൽ മനീഷ് മോൾ, മനീഷിൻ്റെ ഹസ്ബൻഡ് തസ്ലീം, നമ്മുടെ ഭയ്യുണ്ട്. ഭയ്യ ഹായ് ബോലോ, ഹായ് ബോലോ, അസ്സലാമു അലൈക്കും ബോലോ. വലൈക്കും സലാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ കാണാം.